കാന്താരയിലൂടെ തിളങ്ങിയ ആർട്ടിസ്റ്റ് കാപ്പാസ് മിജേഷിന് ബെറ്റർ എംപ്ലോയിയുടെ സ്നേഹാദരം. ചടങ്ങ് ഡയറക്ടർ എം.എൻ. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കാന്താരയിലൂടെ തിളങ്ങിയ ആർട്ടിസ്റ്റ് കാപ്പാസ് മിജേഷിന് ബെറ്റർ എംപ്ലോയിയുടെ സ്നേഹാദരം. ചടങ്ങ് ഡയറക്ടർ എം.എൻ. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ലോകശ്രദ്ധ നേടിയ കാന്താര സിനിമയിൽ ശ്രദ്ധേയമായ ക്യാരക്ടർ സ്കെച്ചുകളും വിഷ്വൽ ഡിസൈനുകളും ഒരുക്കി പ്രശംസ നേടിയ ആർട്ടിസ്റ്റ് കാപ്പാസ് മിജേഷിന് ബെറ്റർ എംപ്ലോയീസ് സ്നേഹോഷ്മളമായ സൗഹൃദ വിരുന്നൊരുക്കി. ബെറ്റർ എംപ്ലോയി ഡയറക്ടർ ഉമ്മർ പാലകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡോക്ടർ എം.എൻ. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ ഹാരിസ് കെ.ടി. മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിലവിൽ ഒമാനിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥി സക്കറിയ ബെറ്റർ എംപ്ലോയി തന്റെ കരിയറിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും സ്ഥാപനവുമായുള്ള അനുഭവങ്ങളെക്കുറിച്ചും പങ്കുവച്ചു. കാന്താരയിൽ എത്തിയതിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ എത്തിയൊരു സാധനമാണ് കാന്താരയിലേക്ക്. ഫസ്റ്റ് കാന്താരൊക്കെ കണ്ടിറങ്ങുമ്പോഴൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല കാന്താര സെക്കൻഡിൽ നമ്മളൊരു ഭാഗമായിട്ട് വരുന്നു ഒന്നും. അങ്ങനെ റെയിൻബോ സിനിമയുടെ അവിടെ നിന്നാണ് ഷെവിനെ പരിചയപ്പെടുന്നതും ഒക്കെ. ബംഗ്ലാൻ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാനാണ് ശരിക്ക് ഇത് പരിചയപ്പെടുത്തുന്നത്, ആളെ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നതും. അങ്ങനെയാണ് കാന്താരയ്ക്ക് എത്തുന്നത്. കാന്താരയിൽ ഞാനൊരു സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാന്താരയിലാണ്. ഏകദേശം ഒരു 2.5 വർഷത്തോളം കാന്താരയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് രസമായി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബെറ്റർ എംപ്ലോയിൽ കുറച്ച് 5 വർഷം മുന്നേ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എന്തായിരുന്നു എടുത്തതെന്ന് വെച്ചാൽ ആ ഒരു സാധനം പോലെ തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ വർക്ക് ചെയ്യണതും. ഇപ്പോൾ കൊട്ടാരങ്ങളെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യുക, അതുപോലെ തേരുകൾ ഡിസൈൻ ചെയ്യുക, വാളുകൾ എല്ലാം പുതിയ സാധനങ്ങൾ സംവിധായകൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്, കോൺസെപ്റ്റ് ആർട്ടായിട്ട് വർക്ക് ചെയ്യണത്. സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് മിജേഷിന് സ്നേഹാദരങ്ങൾ അർപ്പിച്ചു. കോഴ്സിന്റെ ഭാഗമായുള്ള വിവിധ അസൈൻമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് മൊമെന്റോകൾ സമ്മാനിച്ചു. അബ്ദുൾ റഹീം, സരള ടീച്ചർ, പ്രദീപ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. റജീന നന്ദി പറയുകയും ചെയ്തു. യോഗത്തിന് ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.